എന്തായി പോന്നേ? എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകും. എനിക്ക് വീടില്ലടി. എന്നാ എന്റെ കൂടെ വാടക വിടാനാലും നമുക്ക് അവിടെ കഴിയാം. ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നേ? എന്നെ നാട്ടിക്കാൻ വന്നോണ്ടല്ലോ ചവിട്ടി ഒരു കൊടുക്കണം ഞാൻ. എടാ നാരായണ അവള് പറയുന്നു. അവന്റെ അമ്മയുടെ ഒരു മധ്യസ്ഥം. ദേ എന്നോട് കളിച്ചാണ്ടല്ലോ കൊന്നേം കടലിൽ തത്തും. ആ ഇനി മേലാൽ ഈ പരിസരത്ത് കണ്ടുപോലും. 100 രൂപയോ? ഇതുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നേ? ഞാൻ പോട്ടെ. അത് ഈ റൂമൊക്കെ എടുക്കുന്ന ചുമ്മാ സംസാരിച്ചിരിക്കാനല്ല എന്നൊക്കെ എനിക്കറിയാം. പിന്നെ അതൊക്കെ എനിക്കറിയാം. അതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ടല്ല. പിന്നെ എന്നെന്താ വിശ്വാസം? പിന്നെ എന്തൊരു പ്രശ്നം? I'm Professor Ambedkar. I'll be your lecturer in political economy. In case you are wondering what could I possibly teach you, allow me to introduce myself. I have an MA and PhD in public finance from the Columbia University in New York. My thesis covered the financial history of India from 1765 to the present. In addition, I am working towards an MSc from the London School of Economics. If any of you feel that I am not qualified to teach you and would like to leave, feel happy to do so now. In my power to prevent that. But it is within my power to refuse to live under these humiliating conditions. Though I was born a Hindu, I solemnly assure you that I will not die as a Hindu. Dr. Baba Saheb Ambedkar answer! But don't try to doormat me. നിങ്ങൾക്കുള്ള അതേ പദവി തന്നെയാണ് എനിക്കും. IAS. Yes, IAS. ഇന്ത്യൻ ഭരണ സർവീസ്. ആ പദവിയുടെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടികളുടെയും കുറ്റരോഗികളുടെയും ഇന്ത്യ, ജഡ്ക വലിച്ചു വലിച്ച് ചുമച്ചു ചോര തുപ്പുന്നവന്റെ ഇന്ത്യ, വളർത്തുനായ്ക്ക് കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോയതിന് ഭർത്താവിന് ശാസിച്ച് അത്താഴപ്പട്ടിണിക്കിടുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല. മക്കൾക്ക് ഒരു നേരം വയറു നിറച്ച് വാരി ഉണ്ണാൻ വക തേടി സ്വന്തം ഗർഭപാത്രം വരവിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. ഇന്നലെ നീ അവമാനി ചാട്ടിയിറക്കി വിട്ടില്ലേ ആ കൃഷ്ണേട്ടനെ പോലെയുള്ള പാവം മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്. IAS അക്കാദമി വർഷാവർഷം അടവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലെയുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. Stop your bloody rhetoric. Shut up, you. മേലിൽ ഒരാണിന്റെയും മുഖത്തിന് നേരെ ഉയരില്ല നിന്റെ ഈ കയ്യ്. അതെനിക്കറിയാനിട്ടല്ല. പക്ഷേ നീ ഒരു പെണ്ണായി, വെറും പെണ്ണ്. Now look at last. അന്ന് എന്റെ കരുത്തിന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാൻ ഞാൻ ആദ്യം തേടുന്ന എന്തായിരിക്കും എന്ന് അറിയുമോ നിനക്ക്? നിന്റെ ഈ തല. കരുത്തിന് മുകളിൽ അങ്ങോളം നീ ഇത് കാത്തു സൂക്ഷിച്ചോണം, പരിക്കുകളില്ലാതെ. Keep it for me. Yes, I will keep this for you. പക്ഷേ നീയും വിക്രം ഗോർപ്പടയും വിലക്കെടുക്കപ്പെട്ട കുറെ ഗുണ്ടകളും ചേർന്ന് കൈകോർത്ത് പിടിച്ചാൽ പിന്നെ 14 ലോകങ്ങളും കാൽ കീഴിലാണെന്ന് തെറ്റിദ്ധരിക്കുന്ന നിന്റെ ഈ ധാർഷ്ട്യമുണ്ടല്ലോ, നിന്റെ ഈ nauseating megalomania, ഇനിയൊരു തവണ കൂടെ മുഖാമുഖം നിൽക്കുമ്പോഴും ഈ വീറും വീരസ്യവുമെല്ലാം ഇതേ അളവിൽ തന്നെ ബാക്കിയുണ്ടാവണമെന്ന് പ്രപഞ്ചത്തിലെ പേരറിയാവുന്ന മുഴുവൻ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് അപേക്ഷിച്ചോളൂ ജയകൃഷ്ണൻ. യു വിൽ നീഡ് ദാറ്റ് ഡെയർലി. ആ പിന്നെ ഇതിവിടെ തന്നെ ഉണ്ടാവും നേതാവേ, പരിക്കുകളില്ലാതെ, ഇൻടാക്ട്. പക്ഷേ നിനക്ക് കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാനല്ല, നിനക്ക് കെണിയൊരുക്കാൻ. ജസ്റ്റ് ടു ഹാച്ച് യുവർ ട്രാപ്പ്. അന്ന് നിന്റെ അറ്റുപോകുന്ന ആത്മവീര്യം വീണ്ടെടുക്കാൻ ഉണ്ണുന്ന ചോറിന് നന്ദി കാണിച്ചു പഠിച്ചിട്ടില്ലാത്ത ഈ എരപ്പക്കൊടിച്ചികളുടെ മുദ്രാവാക്യം മതിയാവില്ല ജയകൃഷ്ണൻ. Nothing will suffice to salvage you. കേട്ടോടാ കേട്ടോടാ കള്ളം.
ഹും.